BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഇത് CPM-നെ എന്തിനാണ് കുറ്റം പറയുന്നത് എന്നാണ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത് ചോദിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഏറ്റ കനത്ത പരാജയത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ ഈ സ്വർണ്ണക്കൊള്ളയാണ്. അപ്പോഴും CPM-ന്റെ പ്രതിനിധി ചോദിക്കുകയാണ് CPM-ന് എന്താണ് ഇതിൽ പങ്കെന്ന്. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, അങ്ങേക്ക് കേൾക്കാമോ? ഇന്നത്തെ ഈ ജസ്റ്റിസ് ബദറുദ്ദീന്റെ എനിക്ക് കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. ഹലോ, കേൾക്കുന്നുണ്ട്, അങ്ങ് പറഞ്ഞോളൂ. അപ്പോൾ ഇന്നത്തെ ശരി ഇന്നത്തെ വിധി, അതായത് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ഈ ബൈജുവിൻ്റെയും മുരാരി ബാബുവിൻ്റെയും ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധി, ആ വിധി ഒരു അസാധാരണമായ വിധിയാണ്. കാരണം അത് ഏതാണ്ട് 80-ലധികം പേജുണ്ട്, 81 പേജോളമുണ്ട്. അത് 34 പാരഗ്രാഫ് ഉണ്ട്. അതിൽ 67-ാമത്തെയും 68-ാമത്തെയും പേജ്, അത് പാരഗ്രാഫ് 27, 28 വായിക്കണം. ഞാൻ ഒരൊറ്റ വരി വായിച്ചു തരാം. ഇറ്റ് ഈസ് സർപ്രൈസിംഗ് ടു നോട്ട് ദാറ്റ് വെൻ ആസ്ക്ഡ് as to whether Vijay Kumar and KP Shankardas, who were either arraigned as accused in crime 3701/2025 and were arrested for the purpose of effective investigation, the learned ADGP on instruction from the investigating officer, who was also present in open court, submitted that it was not done so far. നോക്കൂ, ഇത് ആരാ സൈൻ ചെയ്തത്? ഈ ഓർഡറൊക്കെ സൈൻ ചെയ്തത് ആരാണ്? ബൈ A. പത്മകുമാർ, ദി പ്രസിഡന്റ്, ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, അഡ്വക്കേറ്റ് വിജയകുമാർ, മെമ്പർ, ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, KP ശങ്കർദാസ്, മെമ്പർ, ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, അപ്പാർട്ട് ഫ്രം S. ജയശ്രീ. ഏതാണ് ഈ ഉത്തരവ്? ഇവർ പറയുന്നത് ഈ പറയുന്ന ഈ സ്വർണ്ണപ്പാളികൾ എടുത്തു കൊടുക്കാനുള്ള ഉത്തരവ്. അതായത് ഇത് ഇങ്ങനെ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഇത് എടുത്തു കൊടുക്കാനുള്ള ഉത്തരവ്, ഈ ഉത്തരവ് ഒപ്പിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇവർക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ല. അപ്പോൾ ആ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ജയശ്രീ മുൻകൂർ ജാമ്യം വാങ്ങി, അവരെ തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ട, അവരെ ആരോഗ്യം കണക്കിലെടുത്ത് ഒന്നും ചെയ്യേണ്ട, തൽക്കാലം അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി. ഈ 2 ആൾക്കാർ, ഈ അഡ്വക്കേറ്റ് വിജയകുമാറും KP ശങ്കർദാസും ഈ ഉത്തരവിൽ, അതായത് ഈ ഇതെടുത്ത് കൊടുക്കാനുള്ള ഈ ഉത്തരവിൽ ഒപ്പിട്ട ആൾക്കാരാണ്. ആ ഒപ്പിട്ട ആൾക്കാർക്ക് ഒരു നടപടിയും ഇന്ന് വരെ നേരിടേണ്ടി വന്നിട്ടില്ല. അവരെ പ്രതി ചേർത്തിട്ടില്ല. അവരെ എന്താണ് പറയുക, അവരെ പെർമിറ്റിംഗ് ദി ഫസ്റ്റ് അക്യൂസ് ടു ടേക്ക് ഡോർ ഫ്രെയിംസ്, ഡോർ ആൻഡ് അതർ ഐറ്റംസ് ഫോർ ഗോൾഡ് ക്ലാഡിംഗ് ഡിസ്ക്രൈബ്ഡ് സെയിം ആസ് കോപ്പർ പ്ലേറ്റഡ് ഇൻ ഇറ്റ്സ് ഒറിജിൻ. അതായത് ഈ സ്വർണ്ണ എന്താ പറയുക പാളികളെ സ്വർണം പൂശിയതല്ല കേട്ടോ, പൂശിയതും തെറ്റിദ്ധരിക്കരുത്. അല്ല, ദ്വാരപാലപാളിയല്ല, ഈ കട്ടിലപ്പാളികളുണ്ടല്ലോ, അതും എടുത്തു കൊടുത്തല്ലോ. അത് സ്വർണ്ണം അതാണല്ലോ ഇപ്പോൾ വാസു ഒക്കെ പറയുന്നത്. അത് സ്വർണ്ണം പൊതിഞ്ഞൊന്നും അല്ലാന്ന്, ഇത് നമ്മളൊക്കെ കണ്ടതല്ലേ ഇത്. അപ്പോൾ ഇതെടുത്ത് കൊടുത്ത ഉത്തരവ്, ഈ 1-ാം പ്രതിക്ക് എടുത്തു കൊടുക്കാനുള്ള ഉത്തരവ്, കട്ടിലപ്പാളി സ്വർണം പൊതിഞ്ഞ, ഒട്ടിച്ച, അങ്ങനെ പറയണം, പൂശിയതല്ല. പൂശിയ പിന്നെ സ്വർണം എടുക്കാൻ പറ്റില്ല, അത് പോയി. പക്ഷെ പൊതിഞ്ഞാൽ ഒട്ടിച്ചാൽ അത് ഇങ്ങോട്ട് പറിച്ചെടുക്കാം. അപ്പോൾ ആ സാധനങ്ങൾ ഈ 1-ാം പ്രതിക്ക് അത് വെറും ചെമ്പ് പാളികളായി മഹസറിൽ രേഖപ്പെടുത്തിയതിന് ശേഷം ഇയാൾക്ക് എടുത്തു കൊടുക്കാൻ, ഇത് വീണ്ടും കൊണ്ടുപോയി സ്വർണം പൂശി കൊണ്ടുവരാൻ എടുത്തു കൊടുക്കാനുള്ള ഉത്തരവിൽ ഒപ്പിട്ട ആൾക്കാരാണെന്ന്. അവരെ പ്രതിയാക്കിയിട്ടില്ല, അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്താന്നാ ചോദിക്കുന്നത്. ആരാ ഈ അഡ്വക്കേറ്റ് വിജയകുമാർ, ആരാണ് KP ശങ്കർദാസ്? ഇവരെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ നോമിനികളായി ഈ ദേവസ്വം ബോർഡ് കയറിയവരല്ലേ. ദേവസ്വം ബോർഡ് കയറി അവർക്കെന്താ പ്രത്യേകത? പത്മകുമാറിനില്ലാത്ത പ്രത്യേകത എന്താ? വാസുവിനില്ലാത്ത പ്രത്യേകത എന്താ? അപ്പോൾ അതാ പറയുന്നത്, ഇന്നത്തെ ഈ ഉത്തരവോട് കൂടി ഇത് 4-6 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവാണ്. ആ ഉത്തരവിലാണ് പറയുന്നത്. എന്നിട്ട് ഇത് വേണ്ട രീതിയിൽ എത്രയും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ജാമ്യ ഉത്തരവിൽ കോടതി പറയാം, നിങ്ങൾ എന്താണ് കൂട്ടുപ്രതികൾക്കെതിരെ നടപടിയെടുക്കാത്തത്? ഇയാൾക്ക് ജാമ്യമില്ല, അത് വേറെ വിഷയം. പക്ഷെ കൂട്ടുപ്രതികൾക്കെതിരെ നിങ്ങൾ നടപടിയെടുത്തോ?
വക്കീൽ സർക്കാർ അഭിഭാഷകനോട് ചോദിക്കുമ്പോൾ കോടതിയിൽ ഹാജരായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചിട്ട് സർക്കാർ വക്കീൽ മറുപടി പറയുന്നു, ഇല്ല, നടപടി എടുത്തിട്ടില്ല, പ്രതി ചേർത്തിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്താ ചെയ്യാത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അന്വേഷണം നേരായ വഴിക്കല്ല. നിങ്ങൾ എന്താ എല്ലാ പ്രതികളെയും പിടിക്കാത്തത്? ഒരു കേസിൽ എല്ലാ പ്രതികളെയും പിടിച്ചിട്ടില്ലെങ്കിൽ നാളെ കേസെന്താവും? നാളെ കേസാണ്. ഇപ്പം തന്നെ മാർക്സിസ്റ്റുകാർ പറയുന്നത് എന്താ അറിയോ? പത്മകുമാറിനെ കോടതി കണ്ടെത്തട്ടെ കുറ്റക്കാരനായിട്ട്, അപ്പം ഞങ്ങൾ പുറത്താക്കാന്ന്. ഇങ്ങനെ കേസ് പോയാൽ ഈ കേസ് എല്ലാവരും വിട്ടുപോകില്ലേ? പ്രധാന പ്രതികളിൽ പലരെയും പ്രതി ചേർക്കാതെ അവരെ നാളെ കോടതിയിൽ ഹാജരാക്കാതെ കൂട്ടുപ്രതികളാക്കാതെ ആ പണി ഇനി ആരാ എടുക്കേണ്ടത്? വിചാരണ കോടതി എടുക്കേണ്ടത്. പഴയ 391 സെക്ഷൻ പ്രകാരം വിചാരണ കോടതി എടുക്കേണ്ടത്. അതായത് ഈ ആൾക്കാരെ കൂടി പ്രതി ചേർക്കേണ്ട പണി. അപ്പം ഞാൻ ആലോചിച്ച് നോക്കൂ, ഇവർ എത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അവിടെയാണ് ഞാനിവിടെ ഒരു SIT അല്ലേ, കോടതി നേരിട്ട് നിയമിച്ച സംവിധാനമല്ലേ, അതിൽ വരെ ഭരണത്തിൻ്റെ സ്വാധീനം വന്നിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഇന്ന് അങ്ങനെ പറയേണ്ടി വന്ന്, കോടതിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് അതുകൊണ്ടല്ലേ. എന്താ നിങ്ങൾ ചെയ്യാത്തതെന്ന് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാവാൻ പാടുണ്ടോ? കൂട്ടുപ്രതികളല്ലേ, ആ രേഖയിൽ ഒപ്പിട്ടവരല്ലേ, ഓർഡറിൽ ഒപ്പിട്ടവരല്ലേ. ഒരു ഉത്തരവ് തെറ്റാണെങ്കിൽ, നിയമവിരുദ്ധമാണെങ്കിൽ, അതിൻ്റെ പിൻബലത്തിൽ ഒരു ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൂഢാലോചനയിൽ എന്താണ് ആ ഓർഡറിൽ ഒപ്പിട്ട് എല്ലാവർക്കും പങ്കുണ്ടെന്നല്ലേ. അതുകൊണ്ടല്ലേ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തത്. പിന്നെ എന്താ ബാക്കിയുള്ളവർ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ ആ ഓർഡർ ഇറ്റ് സെൽഫ് ഈസ് എൻ എവിഡൻസ്. ഇവരുടെ ഈ എന്താ പറയുക, ജോയിനിങ് ഓഫ് മൈൻഡ്സ്, മനസ്സുകളുടെ ഒത്തുചേരൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ഓർഡറിൽ എല്ലാവരും ഒപ്പിട്ടത്. അപ്പോൾ അതുകൊണ്ട് നടപടി എടുത്തിട്ടില്ല. ഇതാണ് പ്രശ്നം, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി ഞാൻ ED-യിലേക്ക് വരാം. ED ഇപ്പം അന്വേഷിക്കാൻ പോകുന്നത് ഇപ്പം അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുമായി ബന്ധമുണ്ടോ എന്നുള്ളൊരു ഒരു ആംഗിള്, ഒരു മാനം അവിടെ ഉണ്ട്. അത് കൂടാതെ ഈ കിട്ടിയ പൈസ ഓർമ്മയുണ്ടോ? ഒരു കത്ത്, ഈ സ്വർണം കുറെ ബാക്കിയുണ്ട്, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് കുറച്ച് കൊടുത്തോട്ടെ. മൂപ്പർക്ക് ചാരിറ്റി നടത്താനേ, അയ്യപ്പന്റെ സ്വർണം മൂപ്പർക്ക് ചാരിറ്റി നടത്താൻ അത് കൊടുത്തോട്ടെ എന്ന്. അപ്പോൾ അതാണ് ഒരു ഇല്ലീഗലായി സമ്പാദിച്ച പണം ലീഗലാക്കുക. നിയമവിരുദ്ധമായി എടുത്ത പണം, സമ്പാദിച്ച പണം നിയമവിധേയമാക്കുക. ചാരിറ്റി നടത്തിയാൽ മൂപ്പര് ഗംഭീരനായല്ലോ. പാവപ്പെട്ട പെൺകുട്ടീൻ്റെ കല്യാണത്തിന് കുറച്ച് സ്വർണം കൊടുത്തല്ലോ. ആരുടെ സ്വർണം? ഇവിടുന്ന് മോട്ടിച്ച സ്വർണം. അപ്പം അവിടെ ED-ക്ക് സ്കോപ്പുണ്ട്. അപ്പം ഇതൊക്കെ വരും. ഇതൊന്നും അത്ര എളുപ്പമല്ല, കാര്യങ്ങൾ അത്ര വൃത്തിയിലല്ല നടക്കുന്നത്, അന്വേഷണം വൃത്തിയിലല്ല നടക്കുന്നത് എന്ന് കേരള ഹൈക്കോടതി സൂചിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകണം. അതാണ് BJP പറയുന്നത്. CBI അന്വേഷണം വേണം. ഇത് അന്താരാഷ്ട്ര ബന്ധമുണ്ടെങ്കിൽ, അന്തർ സംസ്ഥാന ബന്ധമുണ്ടല്ലോ, ഉറപ്പാണല്ലോ. ബെല്ലാരിയിലൊക്കെ അപ്പോൾ അറസ്റ്റ് നടന്നല്ലോ. അപ്പോൾ ഇതിൽ CBI അന്വേഷണം ആവശ്യമാണ് എന്ന BJP-യുടെ ആവശ്യത്തെ ന്യായീകരിക്കുന്ന പരാമർശങ്ങളാണ് ഇന്നത്തെ കോടതി വിധിയിൽ ഉണ്ടായിട്ടുള്ളത്. യെസ്.